എനിക്ക് മനസ്സിലായൊരു കാര്യമുണ്ട്. ജീവിതം ഒരിക്കലും നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല മുന്നോട്ട് പോവുക. Try ZipRecruiter for free at ZipRecruiter.com/free. Instead of waiting for great candidates to find you, ZipRecruiter finds qualified candidates. ദിനേശ്, ഇപ്പം നീ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കാര്യം ഇരിക്കുന്നുണ്ട്, പെട്ടെന്ന് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ വരുന്നത്? എൻ്റെ കൊച്ചിൻ്റെ വിസയുടെ പ്രശ്നമുണ്ട്. കസിനൊക്കെ സൗദിയിൽ നിന്ന് വരികയാണ് ഇങ്ങോട്ട്. അപ്പം ഞാൻ ഇന്ന് തന്നെ വരിക എന്ന് പറയുന്നത് എങ്ങനെയാ വരുന്നത്? ഇത്ര അർജന്റ് ആയി കഴിഞ്ഞാൽ ഞാനിപ്പോൾ എന്താ ചെയ്യാതെ? നിങ്ങൾ പറഞ്ഞത് പറഞ്ഞു. ഓക്കെ, ഒരു കാര്യം ചെയ്യും, ഞാനിന്നിപ്പോൾ ടിക്കറ്റ് നോക്കിയിട്ട് ഞാൻ പറയാം. ഓക്കെ, ഞാൻ വിളിക്കാം. ടിക്കറ്റ് ഇന്നിപ്പം നോക്കിയിട്ട് ഞാൻ പറ്റിയെന്നാൽ ഇന്ന് തന്നെ വരാൻ നോക്കാം. ടിക്കറ്റ് കിട്ടിയാൽ ഓക്കെ. ഓക്കെ തന്നെ ഞാൻ വിളിക്കാം. ഓക്കെ. അമ്മേ ബൂസ്റ്റ് കൂടാ തരടാ ഇറക്കാം. അവിടെ കാണാൻ പോയിരിക്കും. ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ബൂസ്റ്റ് എടുക്കുന്നേ. ബ്രഷ് ചെയ്തു. എടോ, പിന്നെ ആ നാട്ടിലെ പ്രോപ്പർട്ടിയുടെ വിഷയം വന്നിട്ടുണ്ട്. അപ്പോൾ അർജൻറ്റായിട്ടൊന്ന് നാട്ടിൽ പോകേണ്ടി വരും. പെട്ടെന്ന് എന്താണെന്ന് വെച്ചാൽ ദിനേശൻ വിളിച്ചിരുന്നു. ദിനേശൻ പറയുന്നത് ആ പ്രോപ്പർട്ടിക്ക് എന്തോ വിഷയമുണ്ട്, എന്നേ പറ്റത്തുള്ളൂ. അർജന്റ്, ഇല്ലെങ്കിൽ പ്രോപ്പർട്ടി കൈവിട്ട് പോകുന്ന മാക്സിമം ഒരാഴ്ച. അപ്പം എന്തായാലും ഞങ്ങളും കുറച്ചാളായാലും അപ്പച്ചനും അമ്മച്ചും കണ്ടിട്ട് ഞങ്ങളും കൂടെ ആ ടിക്കറ്റിൻ്റെ റേറ്റും കൂടെ ഒന്ന് നോക്കട്ടെ. അല്ലേ, ഇവരിപ്പോൾ എക്സാം ഒക്കെ കഴിഞ്ഞ് ഇവിടെ നിൽക്കുകയല്ലേ. ഇപ്പോൾ പിള്ളേരെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 2 എണ്ണം, പിന്നെ അമേരിക്കയിൽ നിന്ന് ഒരുത്തം കൂടെ വന്നിട്ടില്ലേ, അവർ 3 കൂടെ ചേർന്ന വീട് മറിച്ചിടും. പിന്നെ എന്താ ചെയ്യുക? ഞാൻ നോക്കട്ടെ, പിന്നെ എന്താന്ന് വെച്ചാൽ ചെയ്യാം. അവൻ വന്നാലും ബോസ്റ്റ് ആയിരിക്കും അല്ലേ? ഈ ക്രിസ്മസ് ആ കയ്യിൽ നിന്ന് പോയി. എന്നാടാ ഈ വർഷത്തെ ക്രിസ്മസ് എങ്കിലും അടിച്ച് പൊളിക്കണമെന്ന്. അല്ല, US എന്നല്ലേ വരുന്ന സാധനം വല്ലോ പൊളിക്കും. വല്ല ചെടി ആയാൽ മതിയായിരുന്നു. ഞാൻ ഇതുവരെ കുടിച്ചിട്ടില്ല. ഈ സാധനം എല്ലാം സെറ്റാക്കണം. ആ വന്നിട്ടുള്ള ഒരു പൊടി എനിക്ക് ശരിക്കും പൊളിക്കണം. എന്താടാ പതിവില്ല രാവിലെ എണീറ്റേ? അവൻ വരുന്നോണ്ടായിരിക്കും. അതെ. ഇവനെന്തൊന്നും മിണ്ടാത്തേ? എൻ്റെ കയ്യിലെന്തു? ഫോൺ. ഭക്ഷണം കഴിച്ചാ? എന്നാ ഓക്കെ, അവൻ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഈ പുകയൊന്നും കിട്ടില്ല. എന്താടാ ഇതൊരു കലാലക്ഷണം? ഒന്നുമില്ല, നമ്മൾ എഴുന്നേക്കാൻ പോവാം. ആ വണ്ടിക്കാരും ചോദിച്ചു എങ്ങനെയെങ്കിലും ബസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ. എടോ, നീ എന്തോ വിളിച്ചു പറയുന്നത്? വണ്ടി അവിടെ കൊണ്ടുവന്ന് പറയും. വണ്ടി എവിടെ? ഞാൻ അവിടെ കുറച്ച് ബസ് സ്റ്റോപ്പിൽ പറയിപ്പിക്കാൻ കൊണ്ട് അമേരിക്കത്തോട് കേട്ടിട്ട് വീടണം. ആ വേഗം പറ. എൻ്റെ ലഗേജ് ഒക്കെ എടുത്തിട്ടില്ല. ആ അവിടെ ബസ്സുണ്ട്. അടുത്ത സ്റ്റോപ്പ്. എടാ അടുത്ത സ്റ്റോപ്പ് ആ
എടാ അപ്പൊ ഈ സ്റ്റോപ്പ് കഴിഞ്ഞ് അടുത്ത സ്റ്റോപ്പിൽ ഞാൻ ഇറങ്ങണം അല്ലേ? ഡേ അവിടെയെങ്കിലും വണ്ടി വരുമോ? ആ ശരി. ആ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു. സോറി. അതല്ല, ആ പറ. അവനിപ്പം ഇങ്ങോട്ട് വരുമല്ലേ? ആ ഇപ്രാവശ്യം നടക്കൂ? എടാ ഇപ്രാവശ്യം നമ്മൾ ഫുള്ള് സെറ്റാണ്. നമ്മൾ പബ്ബിൽ പോകണോ ബാറിൽ പോകണോ ഫുൾ അടിച്ചു കൊടുക്കുകയാണ്. ഡാഡി, എടാ നിന്റെ ഡാഡി, എടാ അങ്ങേര് മാത്രം എന്താ ഇങ്ങനെ ആയിപ്പോയത്? എപ്പോൾ നോക്കിയാലും നമ്മൾ സംശയലോകത്ത് മാത്രം കാണും അയാൾ. എടാ നിന്റെ ഡാഡി വളർന്നിട്ടില്ല. ഹീസ് എ 90s കിഡ്. ദേ ഞാൻ ഇപ്പഴേ പറഞ്ഞേക്കാം, ദിനേശ് അണ്ണൻ്റെ മോൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് ശേഷമാണ് അവൻ വരുന്നത്. അപ്പം നമ്മൾ അടിച്ച് പൊളിച്ചേ പറ്റത്തുള്ളൂ. എടാ അവ ഉള്ളപ്പോൾ മാത്രമേ നമുക്ക് ഇങ്ങനത്തെ ഫ്രീഡം കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഒരു മാസം ഫുൾ ചില്ലിങ് ആയിരിക്കണം. ഓക്കെ, പോയിന്റ്. ഒരു മാസം നമ്മൾ ഫുൾ ചില്ലിങ് ആയിരിക്കണം. ചില്ലിങ്. നിന്റെ ഡാഡി എടുത്ത് പോകാൻ പറ. അങ്ങനെ ഈ ക്രിസ്മസ് എന്തായാലും നമ്മൾ അടിച്ച് പൊളിക്കും. നീ അകത്ത് എല്ലാവരും ഉണ്ട്. യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ആ കുഴപ്പമില്ലെങ്കിൽ കുഴപ്പമില്ല. സുഖമായിരുന്നോ? സുഖമായിരുന്നല്ലോ. ബാ മൈ ലഗേജ്. ബായിരിക്കും. പടാ കൊരങ്ങനെ പോലും. അവിടെ നിന്ന് എപ്പോൾ കയറി? ആ ഇന്നലെ ഓക്കെ, അപ്പം ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ചായ എടുക്കും. സുഖമായിട്ടിരിക്കുന്നോ? അപ്പനും അമ്മയും എന്താ പറയുന്നു? കുഴപ്പമില്ല, എല്ലാവരും കേട്ട് പോകുന്നു. പൊളിക്കണ്ട നമുക്ക്. വിളിക്കാം. സുഖല്ലേ? ഇൻട്രൊക്കെ അടിച്ച്. എങ്ങനെ ഉണ്ടായിരുന്നു അമേരിക്കയൊക്കെ? അമേരിക്ക പൊളിയാ. നിങ്ങൾ സൂപ്പർ സൂപ്പർ. അമേരിക്ക. പിന്നെ എന്തൊക്കെയുണ്ട് ഇവിടെ? പൊളിയല്ലേ? സുഖം. ഓക്കെ, എന്നാൽ നിങ്ങൾ സംസാരിച്ചിരിക്കും. ആയിക്കോട്ടെ. കറിയൊക്കെ കൊള്ളാമോ? പയ്യെ കഴിക്ക്. അമേരിക്കയിൽ അച്ചാറൊന്നും കിട്ടത്തില്ലേ? ഫ്ലൈറ്റിൽ നിന്ന് കഴിച്ചിട്ട് നല്ല വിഷമുണ്ട്. ആ പിന്നെ ഞാനിന്ന് നാട്ടിൽ പോവാ. വൈകിട്ട് 4 മണിക്ക് ഞങ്ങൾ നാട്ടിൽ പോവാ. ഒരു പ്രോപ്പർട്ടിയുടെ വിഷയമുണ്ട്. അർജൻറ്റായിട്ട് നാട്ടിൽ പോകേണ്ട ആവശ്യമുണ്ട്. ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ വരും. ഞാനും ഉണ്ട്. ഞങ്ങൾ 3 പേരും പോകുന്നുണ്ട്. ഇത് കൊള്ളാമല്ലോ, ബ്രാൻഡഡ് ആണല്ലോ. അല്ലടാ ലോക്കലാ. പിന്നെ അമേരിക്ക പിന്നെ ലോക്കൽ കിട്ടുമല്ലോ. എന്തുവാടാ വന്നവിടെ ചളി അടിക്കുന്നത്? നമുക്കൊന്നും കൊണ്ടുവന്നില്ലേ നീ ഉപ്പ് കൊണ്ടുവന്നില്ലേ? എടാ ഞാൻ വന്നതിന് നിനക്കൊരു സർപ്രൈസ് ഇല്ലേ? പിന്നെ നിന്നെ കാണാനാണ് നമ്മൾ ഇത്ര നേരം വെയിറ്റ് ചെയ്തത്. ആ അതെ കണ്ടല്ലോ. എടാ എന്നെക്കാണെങ്കിൽ വലിയ സർപ്രൈസ് വേറെ എന്താണ്? പറ. എടാ സാധനം എല്ലാം കൊണ്ടുവന്ന് ചോദിക്കുമ്പോൾ ചുമ്മാ നീ അമേരിക്ക എന്തെങ്കിലും കൊണ്ടുവന്നു. എടാ നമ്മള് ഫാമിലി അല്ലേ? പക്ഷേ ഇല്ല, അടുത്ത മാസം ഞാൻ നിങ്ങളെ അമേരിക്കയിൽ കൊണ്ടുപോകും. നമ്മളവിടെ എടാ പണ്ടിട്ട പ്ലാനിങ് പോലെ ഇത്തവണ
ഇത്തവണ എല്ലാ ശരിയാണ്. വിസ അടക്കം വിസിറ്റിംഗ് വിസ എല്ലാം ഞാൻ സെറ്റ് ചെയ്ത് തരും. പിന്നല്ല പൊളിക്കും. ആ കമോൺ. കോട് അവന്റെ ആശ്വാസത്തിന്. അതാണ് നീ എന്തെങ്കിലും കൊണ്ടുവന്നു. that's a very good question. So നിങ്ങൾക്ക് വേണ്ടി ഒരു സെറ്റ് സാർ അമേരിക്കയിൽ ഞാൻ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തു. ഓക്കെ കാണിക്കൂ. പക്ഷെ കോയിൽ കരുതിയിരിക്കുക. ഫോറിൻ ആയിരിക്കില്ല സാധനം. അല്ലടാ അമേരിക്കനാ. പോടാ. ചെറിയൊരു കരിഞ്ഞ ചൊയ വരുന്നില്ലേ? കോയിലിന്റെ പ്രശ്നം. അമേരിക്കനായിട്ട് അതെ. പക്ഷെ കൊള്ളാം കേട്ടോ, സാധനം ലൈറ്റൊക്കെ എത്തുന്നുണ്ട്. GK2 ആണ് മോനെ. അമേരിക്കയിലെ സ്പെഷ്യലി മെയ്ഡാണിത്. ഇവിടെ ഒന്നും കിട്ടൂല. സൂപ്പർ. ചെക്കൻ വളർന്നു കേട്ടാ. നമ്മുടെ പ്ലാൻസ് ഞങ്ങൾ ഒരാഴ്ച കൊണ്ട് ഇങ്ങനെ എത്തും. ഓക്കെ, ശരി അപ്പം. കാർഡ് കൈവച്ചോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്ക്. ഞങ്ങൾ ഒരാഴ്ച കൊണ്ട് വരും. കൂടുതൽ ചിലവാക്കല്ല. അതിന് ആവശ്യമില്ലാത്ത കമ്പനിക്കൊന്നും പോലും കേട്ടോ. ഓക്കെ ഓക്കെ. ഇപ്പം വിഷമമൊന്നും വിചാരിക്കണ്ട. ഒരാഴ്ച മുമ്പ് ഞങ്ങളിങ്ങ് കേട്ടോ. എടാ കൊടുത്തിരുന്ന ചാടരുത്. പൈസയൊക്കെ ആവശ്യത്തിന് ഉപയോഗിക്കാം കേട്ടോ. ഓക്കെ, ബൈ. ആൻറ്റി വേഗം വരണേ. ബൈ. വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. പാവം, അവർക്ക് നല്ല വിഷമമായിട്ടുണ്ടോ? എങ്ങനെ ഉണ്ടായിരുന്നടാ? ചിറകാട്ടും പെൺതുമ്പികൾ ചിരിനീട്ടി പാറുന്നെങ്ങും അതിനുള്ളിൽ ചെന്നെത്തുവാൻ വഴിയെല്ലാം തേടി നമ്മൾ. നോക്കും നോക്കും നീളെ തേനും പാലും തൂകി എന്നിട്ടും വീഴുന്നില്ലേ കൺമണി. ശാരി പോയാൽ മേരി, അവളും പോയാൽ രാജേശ്വരി. ഒരു നാളിൽ കനവിൽ നോക്കി പാടും ഗണപതിക്കൊരു തേങ്ങ വഴിയത് പുതുവഴി പരിമിതിയില്ലാത്ത കനവുകളിലൂടെ പടവുകൾ കയറും ഇന്നു ഞാൻ. കടമ്പകൾ ചാടും ഇന്നു ഞാൻ. ചുവടുകൾ വളരാതെ വൈകിട്ടുള്ളു പോയിട്ട് ദേശിപ്പിടി ജീവിതത്തിൽ നാളും ഈ ലോകം ഇതിൽ നാളും ഇരുത്താൻ താഴ്ചയ്ക്കില്ല ഞാൻ ഈ ജന്മം. നോക്കും വാക്കും നീളെ തേനും പാലും തൂകി എന്നിട്ടും വീഴുന്നില്ലേ കൺമണി. ശാരി
പൊട്ടിയ കുപ്പായം ഉടുത്തു മണ്ടണ കാലത്തെ മിടുക്കി പെണ്ണെ എന്നോട് നെഞ്ചിൽ നടുക്കിരുന്നവളാണേ നീ, നടുക്കിരുന്നവളാണേ നീ. കുടുക്കു പൊട്ടിയ കുപ്പായം ഉടുത്തു മണ്ടണ കാലത്തെ മിടുക്കി പെണ്ണെ എന്നോട് നെഞ്ചിൽ നടുക്കിരുന്നവളാണേ നീ, നടുക്കിരുന്നവളാണേ നീ. Play the music. On the floor baby, hit it hard baby, rock the party baby, patulengi podi. On the floor baby, hit it hard baby, rock the party baby, patulengi podi. Kudukku pottiya kuppayam uduthu mandana kalathe midukki penne ennoda nenjin nadukirunnavalane nee, നടുക്കിരുന്നവളാണേ നീ. നടവരമ്പത്ത് കണ്ടാലും പഠിക്കൽ അങ്ങനെ നിന്നാലും പടച്ചറപ്പേ പിന്നെന്റെ ഉള്ളിൽ പടക്ക പീടിക കത്തുന്നേ, പടക്ക പീടിക കത്തുന്നേ. അരിക്കലത്തിലും പൊന്നമ്മ കാശൊളിപ്പിച്ച പോലെ ഞാൻ ഒതുക്കി വെച്ചത് ഒടുക്കം കണ്ടവൻ പറിച്ചെടുത്തത് കണ്ടില്ലേ, പറിച്ചെടുത്തത് കണ്ടില്ലേ. On the floor baby, hit it hard baby, rock the party baby, patulengi podi. On the floor baby, hit it hard baby, rock the party baby, patulengi podi. കുടിച്ചിറക്കിയ കണ്ണീരിൽ അടിച്ചു തെന്നി ഞാൻ വീഴുമ്പം പിടിച്ചു നിൽക്കാൻ പഴുതടയും ചിരിച്ചിരിക്കല്ലേ ചങ്ങാതി, ചിരിച്ചിരിക്കല്ലേ ചങ്ങാതി. കുടുക്കു പൊട്ടിയ കുപ്പായം ഉടുത്തു മണ്ടണ കാലത്തെ മിടുക്കി പെണ്ണെ എന്നോട് നെഞ്ചിൽ നടുക്കിരുന്നവളാണേ നീ, നടുക്കിരുന്നവളാണേ നീ. On the floor baby, hit it hard baby, rock the party baby, patulengi podi. On the floor baby, hit it hard baby, rock the party baby, patulengi podi. On the floor baby, hit it hard baby, rock the party baby, patulengi podi. അവസാനത്തെ ആരടിക്കുക, ഞാൻ അടിക്കും, ഞാൻ മാത്രമേ അടിക്കൂ. മറ്റേ കുപ്പി എടുത്തിട്ടോ നമ്മളെ കാലം ഇങ്ങോട്ട് കൂട്ടിട്ട് കൊറേ കാലം. എന്റെ പേര് സൂരജ്. മോന്ത അടിച്ചു വിളിക്കാൻ നിന്നെ അറിയണം, നിന്നെ അവളെ തേച്ചിട്ട് പോരാടാ. എടാ എന്താ എന്നിട്ടാണോടാ കണ്ട പിള്ളേരെ കണ്ടപ്പോ നീയൊക്കെ ഒലിപ്പിച്ചു ഇന്നും കൂടെ മാളിൽ പോയപ്പോ ഒരുത്തേ കണ്ടപ്പോ ഒലിപ്പിച്ചോണ്ടാണ് നീ സിഗ്മാണെന്ന് പറഞ്ഞാ ഞാൻ വിശ്വസിക്കുമില്ല. പക്ഷേ ഈ കൂടുതലുള്ള ശരിക്കുള്ള സിഗ്മാരാണെന്ന് അറിയോ? സുരാജ്. അതെ, the one and only Don. അവൻ വാള് വെച്ച്, നീയും കൂടെ വാള് വെച്ച് നിന്നെ അടിച്ചിന്റെ പല്യം. ഇല്ല, ഞാൻ വാള് വയ്ക്കില്ല.